കർക്കിടക മാസം ആരോഗ്യപ്രദമാക്കാൻ അമ്മയുടെ സ്പെഷ്യൽ നാടൻ താളുകറി. നമ്മളിതാ താള് പറിക്കാൻ ഇറങ്ങിയിരിക്കുകയാണ്. ഇത് നമ്മൾ നട്ട താളല്ല, അങ്ങനെ പറമ്പിലൊക്കെ മുളച്ച് വരുന്നതാണ്. തേങ്ങയോ പരിപ്പോ ഒന്നുമില്ലാണ്ട് നമ്മൾക്ക് താള് വെച്ച് വളരെ കുറഞ്ഞ ചേരുവകൾ മാത്രം ഉപയോഗിച്ച് തയ്യാറാക്കുന്ന ഒരു സ്പെഷ്യൽ താളുകറിയാണ്. ഇതാ ഇവരെ കണ്ടോ, എപ്പോൾ നമ്മൾ പുറത്തിറങ്ങിയാലും ഇങ്ങനെ എത്തി വലിഞ്ഞു നോക്കും എന്തെങ്കിലും കഴിക്കാൻ കിട്ടുന്നുണ്ടോ എന്ന്. ഇത് നമ്മൾ നട്ട ചേമ്പിൻ്റെ താളാണ്. നമ്മളതിൻ്റെ തണ്ടും ഇലയും എല്ലാം കൂടെ കൂട്ടിയെടുക്കുന്നുണ്ട്. നമ്മളുടെ വീട്ടിലെ പശുക്കളും കോഴിയും പട്ടിയും പൂച്ചയും ഒക്കെ ഉണ്ട്. അതുകൊണ്ടാണ് കേട്ടോ വീഡിയോ എടുക്കുമ്പോൾ ഇത്ര ബഹളം കേൾക്കുന്നത്. ഇതുപോലെ അതിൻ്റെ തോലൊക്കെ ഒന്ന് പുറത്തുനിന്നൊന്ന് ചീന്തി കളഞ്ഞിട്ട് നമ്മൾ ഇലയും തണ്ടും കൂടെ അങ്ങനെ അരിഞ്ഞെടുക്കുവാണ്. രണ്ടും സെപ്പറേറ്റായിട്ട് നമ്മൾ അരിഞ്ഞെടുക്കുന്നില്ല, ഒന്നായിട്ടാണ് രണ്ടും അരിഞ്ഞെടുക്കുന്നത്. തണുപ്പും മഴയൊക്കെ ആയതുകൊണ്ടൊന്ന് ശ്രദ്ധിക്കണം, ഇതിനകത്ത് പുഴുവൊക്കെ കയറിയിരിക്കുന്നുണ്ടോയെന്ന് നല്ലതുപോലെ നോക്കി നമുക്കിത് നന്നായിട്ട് ചെറുതായിട്ട് അരിഞ്ഞെടുക്കാം. അമ്മയുടെ കറിക്കൊക്കെ ഒരു സ്പെഷ്യൽ രുചിയാണ് കേട്ടോ. ഒരുപാട് സാധനങ്ങളൊന്നും ചേർക്കാതെ വളരെ കുറഞ്ഞ ചേരുവകൾ മാത്രം ഉപയോഗിച്ചാണ് അമ്മ എല്ലാ കറികളും തയ്യാറാക്കുന്നത്. എല്ലാത്തിനും നല്ല സ്പീഡാണ് കേട്ടോ, പെട്ടെന്നൊന്നും നമ്മൾക്ക് വീഡിയോയിൽ ക്യാപ്ചർ ചെയ്യാൻ പറ്റില്ല. ഇതാ നമ്മളെല്ലാം ഇതുപോലെ അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾക്ക് കാന്താരി പറിച്ചിട്ട് വരാം. ഇതാ ഈ സൈഡിൽ വന്നാലും ഇവരിവിടെ തന്നെ കാണും കേട്ടോ. ഇതിന് മുകളിലൊരു പേരയ്ക്ക മരമുണ്ട്, ഞാൻ മുമ്പ് പറഞ്ഞിട്ടുണ്ട്. അവിടുന്ന് പേരയ്ക്ക പറിക്കുമ്പോൾ എപ്പോഴും ഇവർക്ക് കൊടുക്കും. അത് കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഈ എത്തിനോട്ട്. നമ്മൾ വേറെ ഇതിലോട്ട് മുളക് പൊടിയോ ഒന്നും ചേർക്കുന്നില്ല, അതുകൊണ്ട് നമ്മളിതാ കുറച്ചധികം കാന്താരി പൊട്ടിച്ചെടുത്തിട്ടുണ്ട്. നല്ല സ്പൈസി ആയിട്ടുള്ളൊരു കറിയാണേ. ഞാൻ വന്നപ്പോഴത്തേന് അമ്മ ചേമ്പിൻ്റെ താളൊക്കെ ഒരു കലത്തിനകത്തോട്ടിട്ടിട്ട് ആവശ്യത്തിന് വെള്ളവും ഉപ്പും ചേർത്തിട്ടുണ്ട്. ഇനി നമ്മൾ ചേർക്കുന്നത് മഞ്ഞൾപ്പൊടിയാണ്. ഇനി നമ്മൾ മൂടി വെച്ച് ഒന്ന് തിളച്ച് വരുമ്പോഴത്തേന് ഇതിലേക്ക് 2 തക്കാളിയാണ് ഒന്ന് മുറിച്ചിടുന്നത്. ഒരുപാട് നേരമൊന്നും വേണ്ട, നമ്മളുടെ വിറകടുപ്പായതുകൊണ്ട് തന്നെ ഇത് പെട്ടെന്ന് കുക്കായി വരും കേട്ടോ. ഇനി ഇതിലേക്ക് ചേർക്കാൻ നമ്മൾ പറിച്ച കാന്താരി അമ്മ ഒരു പലകയിൽ വെച്ച് ഉടച്ചെടുക്കുന്നുണ്ട്. ഇവിടെയെല്ലാം നാടൻ രീതികളും നാടൻ കൂട്ടാനുമാണ് ഉണ്ടാക്കുന്നത്. മഴക്കാലത്തൊക്കെ ഈ അടുപ്പിൻ്റെ ചോട്ടിലൊക്കെ വന്നിരിക്കാൻ എല്ലാവർക്കും ഇഷ്ടമാണ്. നല്ലതുപോലെ കടഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ ലാസ്റ്റ് കുറച്ച് പച്ച വെളിച്ചെണ്ണയാണ് ചേർക്കുന്നത്. ഇതും ചേർത്ത് ഒന്ന് ഇളക്കിയെടുത്താൽ നമ്മുടെ സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള നാടൻ താളുകറി റെഡി ആയിട്ടുണ്ട്. ഇതിൻ്റെ കൂടെ വേറെ കറിയൊന്നും നമ്മൾക്ക് വേണ്ട. ചെറിയൊരു ഉണക്കമീൻ ചുട്ടതോ അല്ലെങ്കിൽ വറുത്തതോ ഉണ്ടെങ്കിൽ നമ്മൾക്ക് ഊണ് കേമമാക്കാം. ഒന്നുണ്ടാക്കി നോക്കണേ, ഇഷ്ടമാകും. താങ്ക്സ് ഫോർ വാച്ചിങ് ഫിംഗർ ഫാമിലി.